നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. മറ്റുള്ളവരുടെ നേട്ടങ്ങളിൽ അസൂയ തോന്നുമ്പോൾ നാം സ്വയം ചോദിക്കേണ്ട ചില ചോദ്യങ്ങൾ എന്താണ്? ഇന്നത്തെ ശുഭദിന ചിന്തയിലേക്ക്. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്. പൊന്നണിഞ്ഞ പ്രഭാതത്തിന്റെ അലകളിൽ നിറയുന്ന പുഞ്ചിരികൾ, അതെ, ഇന്ന് ആഘോഷമാണ്. ജോയ ലൂക്കാസ്, ഓരോ ആഘോഷത്തിന്റെയും ആത്മാവ്. അയാൾക്ക് എപ്പോഴും പരാതിയായിരുന്നു. താൻ എന്തു തുടങ്ങിയാലും അത് വിജയത്തിലേക്ക് എത്തില്ല, എപ്പോഴും തോറ്റുപോകുന്നു. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പുതിയത് തുടങ്ങാനോ പരാജയം സംഭവിച്ചതിൻ്റെ കാരണം കണ്ടെത്തി അവ തിരുത്തി മുന്നോട്ട് പോകാനൊന്നും അയാൾ തയ്യാറായിരുന്നില്ല. എപ്പോഴും സ്വയം പഴിക്കുകയും മറ്റുള്ളവരുടെ അളവറ്റ നേട്ടങ്ങളെപ്പറ്റി അസൂയപ്പെടുകയും ചെയ്യുകയുമാണ് അയാളുടെ രീതി. ഒരിക്കൽ നാട്ടിലെത്തിയ പണ്ഡിതനോട് വിജയത്തിനുള്ള എളുപ്പവഴി അന്വേഷിച്ചാണ് അയാൾ എത്തിയത്. പണ്ഡിതൻ പറഞ്ഞു, ഉള്ളിലൊന്നും ഇല്ലാത്തതിൻ്റെ പേരിലല്ല ആരും ഉദ്ദേശിക്കുന്നിടത്ത് എത്തിച്ചേരാത്തത്. ഉയരങ്ങളിലെത്താനുള്ള ഉന്മേഷവും ഊർജവും എല്ലാവരിലുമുണ്ട്. അവ ഉപയോഗിക്കാൻ അറിയുമോ, ഉപയോഗിക്കുന്നുണ്ടോ എന്നതിലാണ് കാര്യം. മറ്റുള്ളവരുടെ നേട്ടങ്ങളിൽ അസൂയപ്പെടുമ്പോൾ സ്വയം ചില ചോദ്യങ്ങൾ നാം ചോദിക്കണം. അവനവൻ്റെ പ്രത്യേകതകളോട് സ്വന്തം പ്രതികരണം എങ്ങനെയായിരുന്നു? അവരുടെ നേട്ടങ്ങൾ ഒരു ദിവസത്തെ അത്ഭുതമായിരുന്നു. പണ്ഡിതൻ തുടർന്നു, എല്ലാ വലുതും ഒരിക്കൽ ചെറുതായിരുന്നു. എല്ലാ അസാധാരണ പ്രകടനങ്ങളും ഒരിക്കൽ സാധാരണമായിരുന്നു. ഉപയോഗിക്കുന്നവരുടെ കയ്യിലെ ഉറച്ച തീരുമാനങ്ങളും ചുവടുവയ്പ്പുകളുമാണ് അവയ്ക്കെല്ലാം അത്ഭുത രൂപങ്ങൾ നൽകിയത്. അതെ, നമുക്കൊന്ന് മനസ്സിലാക്കാം, ജയത്തിന് എളുപ്പവഴിയില്ല. ശുഭദിനം. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്.